ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് എൻ്റെ കോളേജിലെ ഓണ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യണം. 3 ദിവസത്തെ പ്രോഗ്രാമാണ്. കണ്ടില്ലേ മെഹന്തിയൊക്കെ. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച് ലോങ് വീഡിയോ ഇട്ട് എടുക്കാമെന്ന്. കാരണം ഒരുപാട് നല്ല നല്ല മൊമെൻറ്റ്സ് കാണാം. അപ്പം നമുക്ക് എല്ലാം കൂടി ഒരു ഷോർട്ട് വീഡിയോ ഇടാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ലോങ് വീഡിയോ എടുക്കാമെന്ന്. ഞാൻ എൻ്റെ മേക്കപ്പൊക്കെ അത്യാവശ്യം ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി പോയി സാരി ഉടുക്കണം. സാരി ഉടുത്തിട്ട് വരാം. ഹായ് ഗൈസ്, നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നു. നമ്മുടെ കൊള്ളാം. എക്സാക്ട്. ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് റാലി ഉണ്ട്. നമ്മൾ റാലിക്ക് പോയി അവിടെ നിന്ന് എടുക്കാം അല്ലേ? ഓക്കെ അല്ലേ? ഓണത്തിന് മന്തി കഴിക്കാൻ പോണം. സദ്യ മന്തി, നമ്മുടെ മന്തി നല്ല കിട്ടും. ഏത് മന്തി വേണം? മന്തി കഴിക്കാൻ നോക്കാം. നമ്മളിങ്ങോട്ട് സംടൈംസ് നമ്മൾ മന്തി വന്നു. മന്തിയിൽ കഴിക്കാം. നല്ല മണവും കഴിച്ചിട്ട് തരാം. വീഡിയോ കുറച്ചിടല്ലേ? കുറച്ചിട. നമ്മൾ മന്തി കഴിച്ച് നല്ല സൂപ്പർ മന്തിയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു മന്തി? ഹണി ചില്ലി അൽഫ മന്തിയായിരുന്നു. നമ്മൾ മന്തി കഴിച്ചിട്ട് ഇനി കോളേജിൽ പോകാൻ പോവുകയാണ്. മന്തി എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സൂപ്പർ മന്തിയായിരുന്നു. അടിപൊളി. നോക്കി നമ്മൾ അപ്പോൾ ഇനി കോളേജിൽ പോയിട്ട് കാണാം. അങ്ങനെ നമ്മൾ മന്തിയൊക്കെ കഴിച്ചിട്ട് വന്ന് ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന പിള്ളേർ ഡാൻസും പാട്ടും എല്ലാം ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ പോകും. ഇനി നാളെ മറ്റന്നാളും ഉണ്ട്. അപ്പോൾ എനിക്ക് ഇന്ന് വളരെ കുറച്ചേ എടുക്കാൻ പറ്റുള്ളൂ. എന്തൊക്കെ എടുത്തിട്ടൊന്നുമില്ല എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം എടുത്തതെല്ലാം ഞാൻ ആഡ് ചെയ്യാം അല്ലേ? ഇതാണ് ഐശ്വര്യ. ഹായ് പറ. ഐശ്വര്യയുടെ നമുക്ക് മെഹന്തി ഇട്ടുന്നത് അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്കിനി ഇറങ്ങാം. നമുക്കിനി ഇങ്ങനെ നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം? നമ്മൾ മന്തി കഴിച്ചിട്ട് ഫുള്ള് പ്രോഗ്രാം ആയിരുന്നു. പിന്നെ താഴെ ഇരുന്ന് ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി നമുക്ക് വീട്ടിൽ പോകാം അല്ലേ? ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പം നാളെ കാണാം. ബൈ ഗൈസ്. ബൈ. ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ മഞ്ച ബസ്സിൽ വന്നിട്ട് ബസ് കിട്ടില്ലെന്ന് പറഞ്ഞ് ഇതാ ഇവിടെ ഇറങ്ങി. ഇവിടെ അറിഞ്ഞൂടെ? ഇനി ബസ് ഉണ്ടാ നമുക്ക് നോക്കാം. അറിഞ്ഞൂടെ ഗൈസ്? ചിലപ്പോൾ
മൂഡ് ഓൺ ആയി ഗൈസ്. കുഴപ്പമില്ല. ഇനി ഇവിടെ ബസ് കിട്ടുന്നുള്ള ശുഭപ്രതീക്ഷയിൽ നമ്മളിവിടെ നിൽപ്പുണ്ട്. ഏത് സ്ഥലവും കൂടി നമുക്കറിയാം. അത് തന്നെ. ഇത് നമ്മൾ കാച്ചാടി വഴി കാച്ചാടി വഴി വരുമ്പോഴുള്ള സ്ഥലമാണെന്നല്ലാതെ നമുക്കൊന്നും ഇതിനെ കുറിച്ച് അറിയില്ല ഗൈസ്. നമ്മളിവിടെ നിൽക്കുന്നു അത്രേ ഉള്ളൂ. ഇനിയിപ്പം ബസ് വരട്ടെ. അങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. നമ്മൾ കുറേ ഫോട്ടോ അവിടെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി ഞാനും നമ്മുടെ 3 പേരും പിന്നെ മാളി ഉണ്ടായിരുന്നു. ഇനി എന്തോ പരിപാടി? ഇനിയിപ്പോൾ ഇവിടെ ഒരു പരിപാടി ഇല്ല ഗൈസ്. നമുക്ക് നമ്മളെവിടെയെങ്കിലൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ഉണ്ടാന്നൊക്കെ നോക്കാമല്ലേ. കുറച്ചും കൂടി കഴിയുമെന്ന് തോന്നണല്ലേ. ഇന്നാണ് നമുക്ക് ഫുഡ് ഉള്ളത്, സദ്യ. നമുക്ക് കുറച്ച് എൻ്റെ കാണാം. ബൈ ഗൈസ്. നിറം കുറഞ്ഞു പോയി. കുരുക്കത്തില്ലേ? ഇപ്പൊ എനിക്ക് വെട്ടലാണെന്ന് പറയും കേട്ടോ. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സദ്യയായിരുന്നു. നല്ല അടിപൊളി സദ്യ. എങ്ങനെ ഉണ്ടായിരുന്നു സദ്യ? നല്ലതായിരുന്നു. പായസം എല്ലാം അടിപൊളിയായിരുന്നു അല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഏത്? പുളിശ്ശേരി ഉള്ളായിരുന്നു. രസം എങ്ങനെ ഉണ്ടായിരുന്നത്? ഇനി നമ്മൾ അവിടെ എവിടെയെങ്കിലും പോയിരുന്ന് വല്ലതും ഉണ്ടെങ്കിൽ കാണിക്കാം. ഓക്കെ അല്ലേ? ബൈ. അങ്ങനെ ഇന്നത്തെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞാനും കൂടി ചായ കുടിക്കാൻ വന്നേന്. ചായ പിന്നെ ഫോട്ടോ ഷോർട്ടുണ്ട്. ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇന്ന് വരുന്നത് കുറച്ചും കൂടി നല്ലതായിരുന്നു. ഇനി നാളെയും കൂടി ഉണ്ട്. അപ്പോൾ ഈ ചായ കുടിച്ചിട്ട് നമ്മൾ പോവാം. ഓക്കെ ബൈ. നമ്മളിങ്ങനെ വ്യൂ കാണിച്ചുതരാം. കാണിച്ചെടുക്കാം. ഹായ് ഗൈസ്, ഇന്ന് ഡേ 3 ആണ്. നമ്മൾ ഫോട്ടോ എടുക്കാൻ വന്നത്. അതാണ് എൻ്റെ ബ്രദർ. ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ചാൽ എൻ്റെ ക്യാമറ വരാൻ വയ്യ. ഹായ് ഗൈസ്, നമ്മൾ മാല വാങ്ങിക്കാൻ പോകണം. ഇന്ന് ഡേ 3 അല്ലേ? നമ്മൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കണല്ലേ. എനിക്ക് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാം. ബൈ. നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിരുന്നു. എന്തോന്ന് നമ്മൾ രണ്ടുപേരും ലാവണിയാണ് എടുത്തിരിക്കണം. ഹായ് ഗൈസ്. ഹായ്. ഓണൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പോരല്ലേ? ഇന്നലെ 9 മണി സാറിന്റെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ. ബൈ. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടാ. ചെയ്യുമല്ലോ. നിനക്ക് ലിപ്സ്റ്റിക് ഇല്ല. എന്റെ കയ്യിലുണ്ടോ? എന്റെ പേഴ്സിലുണ്ടടി. ഹായ് ഗൈസ്, നമുക്ക് പായസം കിട്ടി. കേസുകാരെ പായസം നമുക്ക് കുടിച്ചു നോക്കാം. എങ്ങനെയുണ്ട് ഒരു പായസം? ഹായ് ഗൈസ്, നമ്മൾ റീലെടുക്കാൻ പോകും. ഇവിടെ കത്ത് വിട്ട് ഞാൻ കാണിച്ചു.
നമ്മൾ അത്തോ കിട്ടി. ഇതാണ് നമ്മുടെ നിരഞ്ജന ചേച്ചി. ഹായ് ഹായ്. എന്താണ് പറയാനുള്ളത്? നല്ല രസമുണ്ട്. പെട്ടെന്ന് വെച്ചപ്പോൾ ഒന്നും കണ്ടില്ല. ഇവർ രണ്ടും വീട് അടുത്തടുത്താണല്ലേ? അതെ അതെ, ഞങ്ങൾ ഒന്നിച്ചാണ് ട്രെയിനിൽ വരുന്നത്. യൂണിവേഴ്സിറ്റിയെ പറ്റി എന്താണ് അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. എല്ലാവരും പഠിക്കാൻ വേണ്ടി ഇങ്ങോട്ട് തന്നെ വരണം. അപ്പം അത്ര അടിപൊളിയായിട്ടുണ്ടോ PGക്കും യൂണിവേഴ്സിറ്റി വന്നത്? നല്ല കൂട്ടുകെട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ ചെന്നാലും പിടിച്ചു നിൽക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. അത് എവിടെയായാലും അങ്ങനെയാണ്. നല്ല എവിടെയാണെങ്കിലും കൂതറ കോളേജ് ആയാലും നമ്മുടെ കൂതറ കോളേജ് ആയാലും നല്ല കൂട്ടുകെട്ടാണെങ്കിൽ നമുക്കത് മതി. നമ്മളെ പോലെയുള്ള മൈൻഡ് സെറ്റുള്ള ഒരെണ്ണം മതി. ഇനി കോളേജിൽ കയറാൻ പോണുള്ളവർക്ക് എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കാനുള്ള? വന്നിട്ട് പഠിച്ചിട്ട് മാത്രം പോയാൽ മാക്സിമം അലമ്പിച്ച് ഇവിടെ പോകണം. കാരണം ഇനി ലൈഫ് കിട്ടൂല നമുക്ക്, പ്രായം പോകും. കഴിഞ്ഞ വർഷത്തെ ഓണമാണോ ഈ വർഷത്തെ ഓണമാണോ കുറച്ചും കൂടി? ഈ മുന്നത്തെ ഓണം, എനിക്ക് അതിന് മുന്നത്തെ തേർഡ് ഇയറിലെ ഓണം. നമ്മളിനി ബിരിയാണി കഴിക്കാൻ പോകുമല്ലേ? നമ്മളിനി ബിരിയാണി കഴിക്കാൻ പോകും. ഓണത്തിന് നമുക്ക് സദ്യ വേണ്ട, നമുക്ക് ബിരിയാണി മന്തി അല്ല ഇനിയും നമ്മൾ ഓണത്തിന് ഇനി കുറെ ദിവസമില്ല. അപ്പൊ എന്നും വീട്ടിൽ സദ്യ കഴിച്ചാൽ മടുക്കും കഴിച്ചു. അതുകൊണ്ട് നമ്മൾ ബിരിയാണി മന്തി ഇതിലോട്ടാണ് ഫുള്ള് കാരണം. ഇവിടെ മെഹന്തി നോക്കിട്ട് ഇതാർക്കെന്താ? ഞാൻ തന്നെ. കൊള്ളാം. അപ്പൊ നമുക്ക് ബിരിയാണി കഴിക്കാൻ കാണാം. നമ്മൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി തിയേറ്ററിൽ വന്നപ്പോഴും അവിടെ ബിരിയാണി തീർന്നു. നമ്മൾ വേറെ സ്ഥലത്ത് കാത്ത അവിടെ വെയിറ്റ് ചെയ്ത് അത്രയും കഷ്ടപ്പെട്ട് നിന്നിട്ട് വന്നിരുന്നപ്പോൾ പറയുന്നത് ബിരിയാണി ഇനി വേറെ കടയിൽ പോയിട്ടുണ്ടാകും. അങ്ങനെ നമ്മളൊരു കടയിൽ കയറി എന്തെങ്കിലുമൊക്കെ പറയാമല്ലോ. വിശന്ന് വയ്യ. സമയം ഇപ്പോൾ 2:30 3 മണിയായി. 3 മണിയായി. കഴിച്ചിടാം. നിരകടീച്ചുണ്ട്. ഇതൊന്നും നമ്മൾ കഴിച്ചിട്ട് വരാം അല്ലേ? കഴിച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ ബിരിയാണി കഴിച്ചു. എങ്ങനെയുണ്ടായിരുന്നു? നമ്മൾ ഗീ റൈസും ചിക്കൻ നല്ലതായിരുന്നു. ഭയങ്കര ക്വാണ്ടിറ്റി ആയിരുന്നു. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അത്യാവശ്യം വെച്ച് കുറച്ച് കഴിക്കുന്നതാണെങ്കിൽ 2 പേർക്ക് കഴിക്കാൻ പറ്റും. കറക്റ്റ്. ഇനി കോളേജിൽ പോയിട്ട് കാണാമല്ലോ. ഹായ് ഗായ്സ്, അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് അപ്പം എന്തൊക്കെയോ എനിക്ക് എടുക്കാൻ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം. ബൈ.